നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കലോത്സവ നഗരിയിലെ ഒരു ചായപ്പീടിയുടെ മുന്നിലാണ്. രാജാസിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്ന ചായപ്പീടിയ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഞങ്ങൾ ഇന്നലെ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് രാത്രി 9 മണി വരെയാണ് ഞങ്ങൾ സ്റ്റോളിൻ്റെ ടൈം. ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ സപ്പോർട്ടാണ്. ഞങ്ങൾ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ കുട്ടികളാണ്. ഇവിടെ രാജാസ് സ്കൂളത്തെ +1 +2 സ്റ്റുഡൻസ് ആണ്. ഇവിടെ ഇവിടുന്ന് ഫുഡൊന്നും ആൾക്കാർക്ക് കിട്ടൂല. അതേപോലെ ഞങ്ങൾക്കൊരു ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തി വരുന്നത്. രാത്രി ഓംലേറ്റ്, ദോശ കാര്യങ്ങളൊക്കെ, കപ്പ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ വെള്ളം, ഡ്രിങ്ക്സ്, സ്നാക്സ്, ടീ അങ്ങനെയുള്ള ഐറ്റംസ്. സാധനങ്ങൾ ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ചധികം മേടിച്ചിട്ട് ഇവിടുന്ന് ഉണ്ടാക്കുന്നതാണ്. വീട്ടിൽ നിന്ന് കുറേ കുട്ടികൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടും ബാക്കി ഞങ്ങൾ ഇവിടെ വെച്ച് ഉണ്ടാക്കും. പിന്നെ ഡ്രിങ്ക്സൊക്കെ ഇവിടെ അപ്പം തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. സോഡൊക്കെ ആണെങ്കിൽ അപ്പം ഉണ്ടാക്കി ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കും. 5 ദിവസമുണ്ട്. ശനിയാഴ്ച ഇനി രാത്രി 9 മണിക്ക് ഇത് സ്റ്റോപ്പ് ആവുള്ളൂ. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണിക്ക് ക്ലോസ് ആവും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും വേസ്റ്റൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇതിൽ ഡിസ്പോസ് ചെയ്തിട്ട് ഒരു 10-10:30 ആകുമ്പോൾ പോകും. വരുന്നവരൊക്കെ അഭിപ്രായം അവർക്ക് വെള്ളം കിട്ടുന്നുണ്ട്. ഇവിടുന്ന് വേറൊരു സ്കൂളിൻ്റെ പുറത്ത് പോകണമല്ലോ. അപ്പോൾ നല്ല അഭിപ്രായമാണ്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെയാണ്. വെയിറ്റ് ചെയ്യണമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഉണ്ടാക്കി കഴിയണം. പിന്നെ ടീച്ചേഴ്സായാലും നല്ല സപ്പോർട്ടാണ്. അവരും വന്നിട്ട് ചിലപ്പോൾ ടീ ഒക്കെ തീർന്നാൽ ജസ്റ്റ് ഉണ്ടാക്കി തരാനും പാത്രങ്ങൾ പിടിച്ചു വെക്കാനും അതിനൊക്കെ സഹായിക്കണം. പിന്നെ ഞങ്ങൾ 40 ആളാണുള്ളത്. അപ്പോൾ ഒരു ദിവസം ഒരു 20 പേര് അങ്ങനെ ഡ്യൂട്ടി വെച്ചിട്ട് എല്ലാവരും ഓരോ ദിവസം ഒരാൾക്ക് 3 ദിവസമായിട്ട് ഡ്യൂട്ടി വരുന്ന പോലെ ഞങ്ങൾ രാവിലെ മുതൽ നൈറ്റ് വരെ ഷിഫ്റ്റ് പോലെ. രാവിലെ ഒരു ഷിഫ്റ്റ്, അത് കഴിഞ്ഞ് നൈറ്റിന് വേറെ ഷിഫ്റ്റ്, അങ്ങനെ. നല്ല അഭിപ്രായമാണ്. ഇപ്പോൾ ഈ നല്ല ചൂടത്ത് ഇവരിങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് വെള്ളം കുടിക്കാനോ തണുത്ത വെള്ളം കുടിക്കാനൊക്കെ ഒരു അവസരമായി. അല്ലെങ്കിൽ നമ്മൾ വെള്ളം തേടി പുറത്ത് പോകേണ്ടി വരുമായിരുന്നു. നല്ലതന്നെ. കലോത്സവ നഗരിയിലെ ചൂടിന് തണുപ്പേകാൻ ഈ വിദ്യാർത്ഥികളുടെ ഉദ്യമത്തിന് സാധിക്കട്ടെ. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ ജിതിൻ പി ദാസിനൊപ്പം സംഗീത.